Hello, guys. Hi, welcome back to Mallu Talks Arsenal. We are back with a post match reaction for Arsenal versus മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ആഫ്റ്റർ എ ലോങ് ടൈം സഞ്ജയ് ബ്രോ നമ്മുടെ കൂടെ തിരിച്ച് ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ജോർവിനും നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് ഫോർ ദ ഡിസ്കഷൻ. ആർസണൽ വെസസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്കറിയാം 2-0 നമുക്കൊരു പുതിയ പേര് അടിച്ചു കിട്ടിയിട്ടുണ്ട്. സെറ്റ് പീസ് എഫ് സി അല്ലെങ്കിൽ സെറ്റ് പീസ് കിങ്സ്. പിന്നെ ലൈക്ക് ഒരു എക്സ്റ്റെന്റ് വരെ യുണൈറ്റഡ് ഫാൻസ് സ്റ്റോക്ക് എഫ് സി എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം, ബാൻറ്ററായിട്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ് എന്ന് എല്ലാ ആർസണൽ ഫാൻസിനാണേലും ന്യൂട്രൽ ആയിട്ട് കളി കാണുന്ന എല്ലാവർക്കും അറിയാം. സോ ലെറ്റ്സ് ഡിസ്കസ് മോർ ഓൺ ദാറ്റ്. സഞ്ജയ് ബ്രോനെയും ജോർവിൻ ബ്രോനെയും ഞാൻ ആഡ് ചെയ്യാം. ഹലോ ഗൈസ്. ഹായ് സഞ്ജയ് ബ്രോ. ഹായ് ഹലോ ജോർവിൻ. ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അപ്പം കളി കണ്ടായിരുന്നു അല്ലേ? ലൈക്ക് നിങ്ങൾക്ക് ലേറ്റ് നൈറ്റ് ആണെന്ന് അറിയാം നാട്ടില്, എന്നാലും ആർസണൽ മാൻ യുണൈറ്റഡ് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. 2-0 വിക്ടറി, സെറ്റ് പീസ് എഫ് സി. എന്താണ് പറയാനുള്ളത് സഞ്ജയ് ബ്രോ? വാട്ട് ഈസ് യുവർ തോട്ട് ഓൺ ദ ന്യൂ ടാഗ് ലൈൻ സെറ്റ് പീസ് എഫ് സി? ടാഗ് ലൈൻസ് ഒക്കെ നമുക്ക് ഇപ്പോ പുതിയ ഈ സീസൺ നമുക്ക് കഴിഞ്ഞ സീസൺ തൊട്ട് പുതിയ പുതിയ പേരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡാർക്ക് ആർട്സ് എഫ് സി, ഇപ്പൊ സെറ്റ് പീസ് എഫ് സി, ഇപ്പൊ പുതിയ പുതിയ പേര് വരും. അതാണ്, അതൊരു ബാൻഡറായിട്ട് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന കുഴപ്പമില്ല. പക്ഷെ അതിന്റെ അർത്ഥം അത് നമ്മൾ പിന്നെയും നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നവംബർ വരെ നമുക്കൊരു ഇത് കഷ്ടകാലമായിരുന്നു. കാരണം നമ്മളുടെ പല കീ പ്ലേയേഴ്സ് ഇഞ്ചേർഡ് ആയിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതലുള്ള പൊസിഷനുള്ള ഡിഫൻഡേഴ്സ് വരെ പല ഡിഫൻഡേഴ്സും ഇപ്പോ മെയിനായ 2-3 ഡിഫൻഡേഴ്സും ഔട്ട് ഓഫ് അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പൊ പക്ഷെ നവംബർ ഇന്റർനാഷണൽ ബ്രേക്ക് ഒരു വളരെ എന്തോ ഡിഫറെന്റ് ആയിട്ട് കാര്യം നടന്നിട്ടുണ്ട്. എനിക്ക് എസ്പെഷ്യലി ഓഡേഗാർഡിന്റെ തിരിച്ചുവരവും അതിന്റെ ഒരു ഇഫക്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് കഴിഞ്ഞ സീസൺ ദുബായ് ട്രിപ്പ് ചെയ്യേണ്ടാണ് ആർസണൽ ഒന്ന് ശരിക്കും ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നമുക്ക് ഇപ്രാവശ്യം നമുക്കൊരു നവംബറിൽ തന്നെ ഒരു മിനി ദുബായ് ട്രിപ്പ് കിട്ടിയ പോലെയാണ് ഈ കഴിഞ്ഞ 3-4 കളി കാണുമ്പോൾ മനസ്സിലാവുന്നത്. അത് തുടങ്ങിയപ്പോ എസ്പെഷ്യലി ആ സ്പോർട്ടിംഗ് CP തോപ്പിച്ചപ്പോ അതും മനസ്സിലാക്കണം. അവരുടെ മുമ്പത്തെ കളിയിൽ അവര് മാൻ സിറ്റിനെ 4-1 തോപ്പിച്ച ടീമാണ്. അപ്പൊ അതുപോലത്തെ ഒരു ഡോമിനന്റ് ടീം, പോർച്ചുഗീസ് ചാമ്പ്യൻസ് ആയ ടീമിനെ നമ്മൾ ഡിസൈസീവ്ലി തോപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെറും തോപ്പിക്കുക, ഡിസൈസീവ്ലി നമ്മൾ തോപ്പിച്ചപ്പോ കിട്ടിയ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ്. അത് പിന്നെ ഇപ്പൊ യുണൈറ്റഡ് വന്നുകൊണ്ട് അത് ഒരു അഡീഷണൽ ഒരു ഇൻസെന്റീവ് ആയിട്ട് കയറി വന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് റിസൾട്ട് എക്സ്പെക്ടഡ് ആയിരുന്നു. എന്തായാലും കളി ജയിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എങ്ങനെ കളി ജയിക്കും, എസ്പെഷ്യലി ഇപ്പൊ പുതിയ യുണൈറ്റഡ് പുതിയ മാനേജർ വന്ന സ്ഥിതിക്ക് എങ്ങനെയായിരിക്കും അവരുടെ ഒരു ഗെയിം പ്ലേ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ടൈം വേണ്ടി വന്നു. അതെനിക്ക് തോന്നുന്നു എസ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും. കുറച്ചൊരു അറ്റാക്ക് അത്യാവശ്യം യുണൈറ്റഡ് നല്ലോണം കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ സൈഡിൽ നിന്ന് പ്രഷറൊക്കെ നല്ല രീതിയിൽ യുണൈറ്റഡ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എസ്പെഷ്യലി നമ്മൾ ഡിഫൻസ് വെച്ച് നോക്കുവാണെങ്കിൽ വി വർ ഏബിൾ ടു കണ്ടെയ്ൻ ദം. അവരും അവരുടെ സൈഡിൽ നിന്ന് അങ്ങനെ വലിയ രീതിയിൽ ഒരു പ്രഷറോ ഒന്നും നമുക്ക് ഫേസ് ചെയ്തില്ല. നമ്മുടെ സൈഡിൽ നിന്ന് പ്രഷർ അവർക്ക് നല്ലോണം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ഹാഫിന് ഓക്കെ ആ ഒരു രീതി തന്നെ പോയി. ബട്ട് എന്തായാലും കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ വി ആർ ആക്ച്വലി കൺട്രോളിങ് ദ ഗെയിം. നമുക്കൊരു മൂവ്മെന്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ വിൽ ബി ഏബിൾ ടു ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലായിരുന്നു കളി പോയിക്കൊണ്ടിരുന്നത്. അത് അവസാനം ഒരു കോർണറിൽ തന്നെ അതിന്റെ സ്റ്റാർട്ട് വന്നു. ഇപ്പോ നമ്മൾ ഫ്രണ്ട്സിനോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ജീവിതത്തിൽ 3 സർട്ടൻ തിങ്സ് ആണ് ഉള്ളത്. ഒരെണ്ണം മരണം, പിന്നെ ഒരെണ്ണം ടാക്സസ്, പിന്നെ ആർസണൽ സ്കോറിംഗ് ഫ്രം കോർണേഴ്സ്. ഈ 3 കാര്യങ്ങളാണ് ജീവിതത്തിൽ സർട്ടൻ ആയിട്ട് പോയി നടക്കുന്നത്. അതും ഗോള് വന്നപ്പോ തന്നെ ഒരു കിട്ടിയ റിലീഫ് ഉണ്ട്. അതും എസ്പെഷ്യലി ഒരു ആരും വിചാരിക്കാത്ത ഒരു പ്ലെയർ ആണ് ഗോൾ അടിച്ചത്. അതെ, ആരും വിചാരിക്കാത്ത പ്ലെയർ ആണ് ഗോൾ അടിച്ചത്, ജെറിയൻ ടിംബർ. അതിനുശേഷം പിന്നെ രണ്ടാമത്തെ ഗോളും വന്നു. അതാണ്, സോ വി വർ ഇൻ കംപ്ലീറ്റ് കൺട്രോൾ ഓഫ് ദി ഗെയിം. സെക്കൻഡ് ഗോൾ വന്നപ്പോ വി വർ ബിറ്റ് മോർ റിലാക്സ്ഡ്. പക്ഷെ ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. മെറീനോ ഒരു ചാൻസ്, നമുക്ക് കോർണേഴ്സ് തന്നെ എല്ലാ ഓപ്പർച്യൂണിറ്റീസ് കോർണേഴ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇൻ എ വേ നമുക്ക് സെറ്റ് പീസ് എഫ് സി എന്ന് വിളിക്കാം. ബട്ട് അതൊരു കഴിഞ്ഞ സീസൺ തൊട്ട് ആർസണൽ അത് ആട്ടയുടെ മനസ്സിലാക്കിയാണ്. മാർജിൻസിലാണ് പുള്ളി നോക്കുന്നത്. ഈ ബൈ ഈച്ച് മാർജിനെങ്കിലും നമ്മൾ ഓരോ പ്ലേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കണം എന്നൊരു ഫോക്കസ് പുള്ളിക്ക് ഉണ്ടായിരുന്നു. സോ അതിന്റെ ഒരു എഫക്ട്, അതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് ആയിട്ടാണ് നമ്മൾ ശരിക്കും ഈ ഒരു റിസൾട്ടിനെ കാണുന്നത്.
അല്ല മേജർലി എനിക്ക് ജോർവിൻ ഞാൻ വരാം. മേജർ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെറ്റ് പീസ് ഈസ് പാർട്ട് ഓഫ് ഫുട്ബോൾ അല്ലേ? അതിപ്പം എന്തൊക്കെ പറഞ്ഞാലും സെറ്റ് പീസിൽ നിന്ന് ഗോൾ കിട്ടിയ ഗോൾ വേണ്ടാന്ന് വേറെ ഏതെങ്കിലും ടീം പറയും. ഇപ്പൊ ഈ സെറ്റ് പീസ് മാത്രം വെച്ച് ഗോൾ അടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗോൾ ഇസ് എ ഗോൾ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് ഗോൾ ആണ്. മാത്രമല്ല അല്ല ഈ യുണൈറ്റഡ് കളിയിലോട്ട് വരുമ്പോൾ നമ്മള് സെറ്റ് പീസ് വെച്ച് അടിച്ച ഗോളിന്റെ എണ്ണം 5, യുണൈറ്റഡ് അടിച്ച ഗോളിന്റെ എണ്ണം 5. ഈ കഴിഞ്ഞ കളി നമ്മള് 2 സെറ്റ് പീസ് ഗോൾ അടിച്ചത്. അപ്പൊ നമ്മൾ അടിക്കുമ്പോ മാത്രം ഇത് ഭയങ്കര എന്തോ അയ്യോ കളിയെ നശിപ്പിക്കുന്നേ അല്ല അവിടെ എനിക്ക് ചോദിക്കാനുള്ള സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റ് പീസുകൾ ആർസണൽ ഇങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ഈവൺ മീഡിയ പോട്ടെ, മീഡിയ ചാനൽസ് പോട്ടെ, അനലൈസ് ചെയ്യുന്നവർ പോട്ടെ, യൂട്യൂബേഴ്സിൽ കുറെ പേര് തന്നെ ഗെയിമിന്റെ ഓരോ ടാക്ടിക്കൽ വീഡിയോസ് ഇട്ടിട്ട് ഒരു പ്ലെയർ ഇവിടെ 4 പ്ലേയേഴ്സ് ബാക്കിൽ നിൽക്കും, ഇവർ റൺ ചെയ്യും, ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് പോലും ഇത്രയും മാനേജേഴ്സ് ഉണ്ടായിട്ട് ദേ കുഡിൻ ബ്രേക്ക് ഇറ്റ്. നമ്മൾ ഈ സീസൺ ജനുവരി തൊട്ട് കഴിഞ്ഞ ഇയറെ വിട്, ഈ സീസൺ 22 ഗോൾസ് ആണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. ആ 22 ഗോൾസും ഒരു ടീമിന് ഒരു അത്രയ്ക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വി ഷുഡ് റാദർ ദാൻ ബ്ലെയിമിങ് ദ ടീം അവരെ പ്രൈസ് അല്ലേ ചെയ്യേണ്ടത്. സെറ്റ് പീസ് എന്നൊരു ഫാക്ടറിനെ ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കുന്നു. അതെ, ആർസണൽ ഫാൻസ് ആയിട്ടുള്ള പണ്ഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഓക്കെ അവർ സപ്പോർട്ട് ചെയ്യായിരിക്കും. ബട്ട് ബാക്കിയുള്ളവര് എന്തെങ്കിലും പറയണ്ടേ? അവർക്ക് അവരുടെ വേദന എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തോട്ട് അപ്രിഷിയേറ്റ് ചെയ്യാനില്ല. ഹിസ്റ്ററി ആൻഡ് ദാറ്റ്സ് ഹൂ വി ആർ. സോ അവര് ഇങ്ങനെ അവരിങ്ങനെ ഇനിയിപ്പോ നോക്കിക്കോ, എനിക്ക് തോന്നുന്നത് ഇനി റെഫറീസ് നമ്മുടെ കോർണർ ഇപ്പൊ ആരെങ്കിലും ചെറിയ എന്തെങ്കിലും ഇത് അത് വലിയ സംഭവത്തിൽ നമുക്ക് ഇതുപോലെ കോർണർ എടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാവി റെഫറീസ് ഒക്കെ ഡൈസെക്ട് ചെയ്യും ആ പ്ലേ ഫുള്ള്, ആരാരെ തൊട്ടു ആരാരെ തൊട്ടില്ല ഒക്കെ. ഇതില് വേറൊരു കാര്യം ഞാൻ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ഒരു എക്സ്ട്രാ ആർമറി പോലെ എനിക്ക് തോന്നിയായിരുന്നു. കാരണം ഒരു കളിയിൽ ഓപ്പൺ പ്ലേയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. സോ വി വിൽ മൂവ് ഓൺ ടു കോർണർ. അത് നമ്മുടെ ഒരു ആയുധമായിട്ട് എടുക്കുക. മീൻസ് ലൈക്ക് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് ഒരു ഇമ്പാക്ട് പ്ലെയറിനെ ഇറക്കുന്ന പോലെ ഒരു ഇമ്പാക്ട് അറ്റാക്കിംഗ് മെത്തേഡ് എന്ന് നമുക്കിത് പറയാലോ. ലൈക്ക് വെൻ ദേ സേ വി സ്കോർ ഓൺലി ഫ്രം കോർണേഴ്സ്, നമ്മൾ വെസ്റ്റ് ഹാം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോഴാണല്ലോ നെറ്റ് കട്ട്. സഞ്ജയ് ബ്രോ, ഈ ഒരു കാര്യത്തിനെ പറ്റി എന്താ പറയണേ? അതെ, ഇപ്പൊ എനിക്ക് ജോവിൻ പറയാൻ ഉദ്ദേശിക്കുക തന്നെയാണ്. നമ്മൾ കോർണേഴ്സ് നമ്മൾ ചുമ്മാ കോർണേഴ്സ് വരുന്നില്ലല്ലോ. നമ്മൾ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ഗോൾ കീപ്പറിനെ കൊണ്ട് സേവ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ ഡിഫൻഡേഴ്സിനെ കൊണ്ട് ക്ലിയർ ചെയ്യിപ്പിക്കുന്നുണ്ടാണല്ലോ കോർണേഴ്സ് വരുന്നത്. അല്ലാണ്ട് ചുമ്മാ ആർസണൽ കോർണർ കൊടുക്കുമല്ലോ. സോ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ റിസൾട്ട് കോർണറായിട്ട് വരുന്നു. സോ ബേസിക്കലി ഇതിലിപ്പോ ഇവിടെ പല സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ യൂട്യൂബിലും പല ആൾക്കാർ ഇത് എങ്ങനെ ഡീകോഡ് ചെയ്യാൻ നോക്കും, എങ്ങനെയാണ് ആർസണലിന്റെ കോർണർ ടാക്ടിക്സ്. ഇൻ ദി എൻഡ് അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കുകയാണെങ്കിൽ ബേസിക്കലി അവിടെ ഒരു പുകമറ ആർസണൽ സൃഷ്ടിച്ചു വെക്കുന്നുണ്ട്. ഒരു പ്ലേയേഴ്സിന് ഒരു പാറ്റേൺ ഉണ്ടാവും, ബട്ട് പ്ലേയേഴ്സിന് എന്ത് പാറ്റേൺ ആണെങ്കിലും ആ കോർണറിലത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ആ ബോൾ എങ്ങനെ കിക്ക് ചെയ്യുന്ന പോലെയാണ്. സോ നോക്കട്ടെ, ഡെക്ലൻ റൈസിന്റെ കോർണേഴ്സ് ശരിക്കും കാണുമ്പോൾ വളരെ എക്സ്ക്ലൂസിറ്റ് ആയി വേണമെങ്കിൽ പറയാം. എക്സ്ക്ലൂസിറ്റ് കോർണേഴ്സ് ഒക്കെ എസ്പെഷ്യലി മറ്റേ സ്പോർട്ടിങ്ങിന്റെ അഗെയിൻസ്റ്റ് ഉള്ള കോർണർ കണ്ടപ്പോ ആ കറക്റ്റ് പ്ലേസ്മെന്റ്, എനിക്ക് തോന്നുന്നു ഗോൾ കീപ്പർ ബോക്സിന്റെ എഡ്ജിൽ തന്നെ കറക്റ്റ് പ്ലേസ്മെന്റ് ആയിട്ടാണ് ഡെക്ലൻ റൈസ് കോർണർ അടിച്ചിരിക്കുന്നത്. സോ ഇപ്പൊ ഡെക്ലൻ റൈസിന്റെ ഇന്റർവ്യൂ ഈ ഇടയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നല്ലോ, അവന് 100% കോൺഫിഡന്റ് ആണ്. അവന്റെ എല്ലാ കോർണേഴ്സും അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുന്നുണ്ട്, അവന് നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. സോ അത് ബേസിക്കലി അത്രയും ട്രെയിനിങ്ങിനോട് അത്രയും പ്രാക്ടീസ് ചെയ്ത സ്കില്ല് പുള്ളി അത് മാസ്റ്റർ ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാൻ. സോ അപ്പൊ ആൾക്കാർ ഫ്രീ കിക്ക് ഗോൾ അടിക്കാൻ നോക്കുന്നു, ആർസണൽ ഇവിടെ കോർണേഴ്സ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. സോ അതിനതൊരു സ്കില്ലായിട്ട് കാണാം. അതാണ് അപ്പൊ ഈ ഒരു സ്കില്ല് അധികം ആൾക്കാർ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ എല്ലാവരും കാണുന്ന ഒരു കോർണർ വരുമ്പോ ഒക്കെ എങ്ങനെയെങ്കിലും ആ ഒരു സോണിൽ എത്തിക്കാൻ നോക്കുക, അല്ലെങ്കിൽ മാൻ ടു മാൻ മാർക്കിംഗ് എവിടെയെങ്കിലും ആ സോണിൽ എത്തിച്ചിട്ട് എങ്ങനെയെങ്കിലും ആരും ഗോൾ അടിക്കാൻ നോക്കുക. അങ്ങനെ ഒരു ഫോക്കസ് പോയിന്റ് ഉണ്ട്. കോർണേഴ്സിന് ആ ഒരു ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആർസണൽ ആ ഒരു ഗ്യാപ്പ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇതിൽ ഫോക്കസ് കൊടുക്കാൻ പറ്റും.
അതുകൊണ്ട് ആ രീതിയിലുള്ള പ്ലേയേഴ്സിനെ ആർസണൽ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മളുടെ ആവറേജ് ഹൈറ്റ് എനിക്ക് തോന്നുന്നു ആവറേജ് ഹൈറ്റ് തന്നെ മോർ ദൻ 6 feet 2 inches ആണ്. അപ്പൊ ആ രീതിയിലുള്ള ഹൈറ്റ് ഉള്ള പ്ലേയേഴ്സിനെ മേടിച്ചു വെച്ചു. സോ അപ്പൊ അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഇതുപോലത്തെ സിറ്റുവേഷൻസിലാണ്. ഫ്രീ കിക്സ് ആണെങ്കിൽ ഫ്രീ കിക്സ്, അല്ലെങ്കിൽ കോർണേഴ്സ് കോർണേഴ്സ്. അപ്പൊ ഇതുപോലത്തെ സെറ്റ് പീസ് വരുമ്പോ ഈ മാക്സിമം ഈ ഹൈറ്റ് ഉള്ള ആൾക്കാർ ചുമ്മാ കാണിക്കാൻ വേണ്ടിയല്ലോ മേടിച്ചു വെച്ചേക്കുന്നത്. അവരുടെ ഹൈറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ആർസണൽ ആ പ്ലേയേഴ്സിനെ മേടിച്ചു. സോ അതിന്റെ റിസൾട്ടാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ്. അപ്പൊ അതൊരു സ്കില്ലായിട്ട് കാണണം, അല്ലാണ്ട് ഇതിനെ നമ്മൾ പുതിയ സ്റ്റോക്ക് എഫ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് കോർണേഴ്സ് ഓക്കെ, കൂടിപ്പോ എത്ര ഒരു 40% ഗോൾ, ലെസ് ദൻ 40% ഗോൾസ് മാത്രമാണ് ഇപ്പൊ നിലവിലും കോർണേഴ്സിൽ ഉള്ളത്. ബാക്കി 60% ഗോൾസ് ക്രിയേറ്റിംഗ് ഓൺ അവർ ഓൺ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോർണേഴ്സ് എല്ലാം നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് കിട്ടുന്ന കോർണേഴ്സ് ആണ്, അല്ലാണ്ട് ചുമ്മാ ആരും കോർണേഴ്സ് നമുക്ക് തരുന്നതല്ല. നമ്മൾ മാത്രം കിട്ടും, അത്രേ ഉള്ളൂ. അല്ല, ഒരാള് തരും, റാഷ്ഫോർഡ്. ആ സ്കില്ല് നമ്മൾ മാസ്റ്റർ അപ്പൊ ജോർവിൻ ലീവിംഗ് ബിഹൈൻഡ് സെറ്റ് പീസ് എല്ലാം കൂടെ നോക്കിയപ്പം ആ 90 മിനിറ്റ്സ് നമ്മുടെ ഗെയിം ആർസണൽ വെച്ചസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കണ്ടിട്ട് നിനക്ക് എന്താണ് ബേസിക് ഒരു ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റിൽ എന്താ തോന്നുന്നത്? ഞാൻ കളി കണ്ടോണ്ടിരുന്നപ്പോ എനിക്ക് ഞാൻ പല മൂഡ്സിലൂടെ കടന്നുപോയി. അതായത് കളി ഒരു 20 minutes കളിച്ചപ്പോ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവര് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അവര് നന്നായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മള് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോഴാണ് നമ്മുടെ മാർട്ടിനെല്ലിന്റെ ഒരു ഓഫ് സൈഡ് ഗോൾ വന്നത്. അപ്പൊ അത് കണ്ടപ്പോഴേ നമുക്ക് നമ്മള് ഇത് കുറെ കാലമായിട്ട് നമ്മള് കണ്ടോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ നന്നായിട്ട് അറ്റാക്ക് ചെയ്യും, ഗോള് വരില്ല. നമ്മള് പിന്നെ അവരെന്തെങ്കിലും ഒരു ഫ്ലൂക്ക് ഗോൾ അടിക്കും, നമ്മള് കളിപ്പൊട്ടും 1-0 അല്ലെങ്കിൽ സമനില ഒക്കെ ആയിട്ട് നമുക്ക് ജയിക്കാൻ പറ്റാതെ പോകും. പക്ഷെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിലാണ് നേരത്തെ സഞ്ജയ് ബ്രോ പറഞ്ഞ പോലെ നമുക്ക് കോർണേഴ്സ് കിട്ടും. ആ കോർണേഴ്സ് പ്രോപ്പർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ഗോൾ അടിക്കാം എന്നുള്ള അവസ്ഥ. അപ്പോഴാണ് നമ്മുടെ ആ ഒരു സമയത്താണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഗോൾ വരുന്നത്. പിന്നെ ആ ഒരു ഇന്നവിറ്റബിൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആർസണലിലെ ഗോൾ. അപ്പൊ ആ ഒരു ഫീലിംഗ് ഈ വേറെ എല്ലാ ടീമിന്റെയും മനസ്സിലുണ്ട്. ആർസണലിന് കോർണർ കിട്ടിയാൽ അതിന് ഗോൾ ആവും. അതിന്റെ ചാൻസസ് ഇപ്പൊ ഈ പ്രോ പറഞ്ഞാലൊരു 20% ഒക്കെ ഉള്ളെങ്കിലും പക്ഷെങ്കിൽ ആ കോർണർ ഫേസ് ചെയ്യാൻ ഏത് പ്ലെയർ നിൽക്കുമ്പോഴും അവരുടെ മനസ്സിലൊരു പേടി ഉണ്ടാവും. ഇവന്മാര് പോയി അടിക്കും, ഇവന്മാര് കോർണറിൽ നിന്ന് അടിക്കും. അപ്പൊ അത് ഒരു കണക്കിന് പറഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ഈ മീഡിയാസും ഇതുപോലത്തെ ആൾക്കാരെല്ലാം ഇത് നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. നമ്മള് ഭയങ്കര കോർണറിൽ അടിയാണ്. അപ്പൊ അത് ഒരു കണക്കിന് നല്ലതാണ്. ഭാവിയിലുള്ള കളിയിൽ നമുക്ക് കോർണർ കിട്ടുമ്പോഴേ ഓപ്പോസിറ്റ് ടീമിന്റെ മുട്ട് വരയ്ക്കും. ഉമ്മാര് ഗോൾ അടിക്കും. ടാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് എന്ന് പറയാം. സോ സഞ്ജയ് ബ്രോ, ഒരു സെക്കൻഡ്. സഞ്ജയ് ബ്രോ, നമ്മളിപ്പോ ഫസ്റ്റ് ഹാഫ് കണ്ടതിൽ നമ്മുടെ ഡ്രോബാക്സ് ആയിട്ടാണോ, ലൈക്ക് അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മിസ് പാസസ് കൂടുതലുണ്ടായിട്ടാണോ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഇത്തിരി വീക്കായി പോയത്? കാരണം ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം വാച്ച് ലോങ് ചെയ്തപ്പോഴും ഞങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് നമ്മൾ പ്രാഗ്മാറ്റിക് ആയിട്ട് ഓവർ പ്രസ് ചെയ്യാണ്ടോ ഓവർ അറ്റാക്ക് ചെയ്യാണ്ടോ നമ്മൾ എന്തോ മീൻസ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ ഗബ്രിയേലും ഇല്ല, കാലഫിയറും ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഒരു സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് ചെയ്യാണ്ട് കുറച്ച് മിഡ്ഫീൽഡ് വരെ വെയിറ്റ് ചെയ്ത് പിന്നെ പ്രസ് ചെയ്ത് അറ്റാക്ക് സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്ത് നോക്കി. പക്ഷെ ഫൈനൽ തേർഡിൽ വലിയ പ്രഷർ ഒന്നും കൊടുത്തില്ല അതർ ദാൻ ദാറ്റ് ഓഫ് സൈഡ് ഗോൾ. അത് യുണൈറ്റഡിന്റെ ഗെയിം പ്ലാൻ, അമോറിമിന്റെ ആ ഗെയിം പ്ലാനിന്റെ ബെനിഫിറ്റ് ആണോ അതോ ആർസണലിന്റെ മിസ്റ്റേക്സ് കാരണമായിരുന്നു? എന്താണ് അത്? ഫസ്റ്റ് ഹാഫ് ബേസിക്കലി നമ്മുടെ സൈഡിൽ മിസ്റ്റേക്സ് ഉണ്ടായെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ശരിക്കും യുണൈറ്റഡ് നല്ലോണം കണ്ടെയ്ൻ ചെയ്തു. ആർസണലിൽ നമ്മുടെ പ്ലേ നല്ലോണം അവർക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ സാധാരണ നമ്മളിപ്പോ ഇപ്പൊ റീസെന്റ് യുണൈറ്റഡ് ടീംസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ ഓർഗനൈസ്ഡ് ടീമായിട്ട് തോന്നി. ആംറിം 3-4 കളി ആയിട്ടുള്ളൂ, എന്നാലും ബട്ട് ആ ഒരു സ്ട്രക്ചർ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് യുണൈറ്റഡ്. നമ്മൾ നേരത്തെ ഒരു കാണാത്ത രീതിയിലൊരു അത്യാവശ്യം ഒരു യുണൈറ്റഡിനെ സീരിയസ് ആയിട്ട് ഇപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്ക് തോന്നുന്നുണ്ട്, കാണുമ്പോൾ തന്നെ തോന്നും. കാരണം ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് അവർ കളിക്കുന്നുണ്ട്. സോ അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് ശരിക്കും ഫസ്റ്റ് ഹാഫിലത്തെ ഒരു പെർഫോമൻസ് ശരിക്കും കാണേണ്ടത്.
ഓൺ അതർ സൈഡ് തന്നെ നോക്കുവാണെങ്കിൽ യുണൈറ്റഡിനും അങ്ങനെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മളുടെ ഷേപ്പും നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി ഇപ്പൊ നമുക്ക് ആദ്യം പേടിയുണ്ടായിരുന്നത് ഈ ഗബ്രിയൽ ഇല്ലാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ. കാരണം കിവിയോർ അധികം കളികൾ കളിച്ചിട്ടില്ല. ഗബ്രിയലില്ല കാലിഫേരും ഉണ്ടായതല്ല. എനിക്ക് തോന്നുന്നു സിൻചെങ്കോയുടെ ഫസ്റ്റ് മാച്ചാണ് ഈ സീസൺ സിൻചെങ്കോ സ്റ്റാർട്ട് ചെയ്യണത്. എനിക്ക് ബാക്കി എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ എനിക്കൊന്ന് ലീഗ് കപ്പിലാണ് കളിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് എസ്പെഷ്യലി കിവിയോറിന്റെ പെർഫോമൻസ് നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം സെക്കൻഡ് ഹാഫിൽ നല്ലൊരു ബോളൊക്കെ പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ശരിക്കും ഇതുപോലത്തെ പ്ലേയേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. കാരണം ഇപ്പൊ നെക്സ്റ്റ് ഒരു 3-4 വീക്സ് ഓൾമോസ്റ്റ് എവറി 3-4 ഡേയ്സ് കളികൾ വരുന്നുണ്ട്. സോ വി ഷുഡ് ബി ഗിവിംഗ് ദീസ് കൈൻഡ് ഓഫ് പ്ലേയേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഗെയിം. സോ ഇപ്പൊ ഫസ്റ്റ് ഹാഫിന്റെ പെർഫോമൻസ് ആ രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. യുണൈറ്റഡ് നല്ലോണം കണ്ടെയ്ൻ ചെയ്തു. നമ്മളുടെ അറ്റാക്ക് ഒക്കെ അവർ നല്ലോണം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റി. എസ്പെഷ്യലി നോക്കുവാണെങ്കിൽ ഇപ്പോ യുണൈറ്റഡ് ലെഫ്റ്റ് സൈഡ് സാക്കയ്ക്ക് ഫ്രീ റൺ പോലെയായിരുന്നു. കാരണം ബട്ട് ഇന്ത്യൻ അവിടെ ഒരു കില്ലർ പാസോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് വി വർ ആക്ച്വലി ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, ബട്ട് യുണൈറ്റഡ് വർ ഏബിൾ ടു കണ്ടെയ്ൻ us. അപ്പൊ ആ രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ശരിക്കും ജഡ്ജ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇപ്പം ഫസ്റ്റ് ഹാഫില് ഇതായി നമ്മുടെ ഇപ്പം ലെഫ്റ്റ് വിങ് സൈഡ് ഇത്തിരി വീക്ക് ആണെന്ന് അറിയാം. സോ കമ്മിങ് ടു സൺഡേസ് ഗെയിം അഗെയിൻസ്റ്റ് ഫുൾഹാമിനായിട്ടുള്ള ഗെയിമിൽ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് വാട്ട് ആർ യുവർ ഹോപ്സ് ജോർവിൻ? എന്താണ് നമ്മുടെ പഴയ പിള്ളേരൊക്കെ അവിടെ ഉണ്ട്, ഇവോബി ഉണ്ട്, ESR ഉണ്ട്, സോ നെൽസൺ, ഇങ്ങനത്തെ എന്താ കേട്ടില്ല? നെൽസൺ കളിക്കാൻ പറ്റില്ല. നെൽസൺ കളിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. പിന്നെ നമുക്ക് നമ്മുടെ ഒരു ഹിസ്റ്ററി വെച്ച് കഴിഞ്ഞ 2 സീസണായിട്ട് ഇതേപോലെ വാൽക്കോട്ട് പഴയതുണ്ട്, അതുപോലെ ഇവോബി പഴയത്. അപ്പൊ നെറ്റ് കട്ടായെന്ന് തോന്നുന്നു അവന്റെ. സോ സഞ്ജയ് ബ്രോ, എന്താണ് സഞ്ജയ് ബ്രോയുടെ ഇത് ഫുൾഹാം ഗെയിമിനെ പറ്റി? വിന്നബിൾ ഗെയിം തന്നെയാണ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ആണ് വിന്നബിൾ ഗെയിം ആണ്. ബട്ട് എനിക്ക് ഫുൾഹാം അത്യാവശ്യം ഈ സീസൺ നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ആണ്. ഞാൻ അധികം ഫുൾഹാമിനെ ഫോളോ ചെയ്യുന്നില്ല, ബട്ട് കണ്ടിടത്തോളം ദേ ആർ ആക്ച്വലി പ്ലേയിങ് ഗുഡ്. സോ അതാണ്. അപ്പോൾ ഒരു ഈസി ഫൈറ്റ് ആയിരിക്കില്ല. എസ്പെഷ്യലി ഫുൾഹാം ആണ് കഴിഞ്ഞ സീസൺ നമ്മൾ തോപ്പിച്ച ടീംസിൽ ആകെ 3-4 ടീംസ് മാത്രമേ നമ്മൾ തോപ്പിച്ചുള്ളൂ. അതിലൊരു ടീം ഫുൾഹാം ആണ്. സോ അതായത് ഫുൾഹാമിനെ അധികം ലൈറ്റ്ലി നമ്മൾ എടുക്കാനും പറ്റില്ല. കാരണം ഹിസ്റ്ററി ഉണ്ട്. അടുപ്പിച്ച് 2 സീസൺ അടുപ്പിച്ച് നമ്മൾ തോപ്പിക്കാൻ പറ്റുന്ന ടീമായിരുന്നു ഫുൾഹാം. അപ്പൊ ആ ഒരു സംഭവം നമ്മൾ മനസ്സിൽ വെച്ചിട്ടാണ്. ബട്ട് ഇപ്പോഴത്തെ ഒരു ഫോം വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി എ വിന്നബിൾ ഗെയിം ഫോർ അസ്. സ്കോർ ലൈൻ എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. ബട്ട് ഇറ്റ്സ് എ വിന്നബിൾ ഗെയിം. കാരണം കഴിഞ്ഞ സീസൺ ആണെങ്കിലും അതെ, നമുക്ക് പണി തന്നിട്ടുള്ള ഒരു ടീമാണ് ഫുൾഹാം. നമ്മൾ കഴിഞ്ഞ സീസൺ അവരായിട്ട് ജയിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ സീസണിൽ ഒരു കളി ജയിച്ചു. അവര് എമിറേറ്റ്സിലല്ലേ തോപ്പിച്ചത്? എമിറേറ്റ്സിൽ തോപ്പിച്ചു. അതെ. ബേസിക്കലി അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു ത്രെട്ട് ഉണ്ട്. ബട്ട് നമ്മുടെ വിത്ത് ഗബ്രിയേൽ ബാക്ക് ആൻഡ് കാലഫിയോറിയും ബാക്ക് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് കേൾക്കുന്ന റിപ്പോർട്ട്സ്. സോ അത് അവര് ഓപ്പൺ ട്രെയിനിങ് അവർ ഉണ്ടായിരുന്നാണ് കേട്ടത്. ബട്ട് ഇൻഡോർ ട്രെയിനിങ് അവർ ഉണ്ടായിരുന്നാണ് കേട്ടത്. പക്ഷെ എന്തോ ഒരു 1 more day ടൈം ഉണ്ടല്ലോ. ഉണ്ട്, അതെ, നാളെയും കൂടെ ഉണ്ടല്ലോ. സോ ദേ ഷുഡ് ബി ഫിറ്റ് ആൻഡ് റെഡി എന്നുള്ള സീനാണ്. പിന്നെ മേജർ ആയിട്ട് എനിക്ക് ചോദിക്കാൻ വന്നത് റീസെന്റ് ഇപ്പം കഴിഞ്ഞ ദിവസം ആഫ്റ്റർ ദ ഗെയിം റിയോ ഫെർഡിനാൻഡ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടായിരുന്നു. സലീബ വിൽ ബിക്കം ദ വേൾഡ്സ് ബെസ്റ്റ് ഡിഫൻഡർ. ദ ഓൺലി ഡിഫൻഡർ ദാറ്റ് ക്യാൻ മാച്ച് അപ്പ് വിത്ത് ഹിം ഇസ് യോറോൻ. കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് സലീബയുടെ ഈ പെർഫോമൻസ് വെച്ചിട്ട് 2 വർഷം എടുത്തു റിയോ ഫെർഡിനാൻഡിന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സലീബനെ പറ്റി പറയാൻ. എപ്പോഴും ചോദിക്കുമ്പോഴും ആയിട്ടില്ല, എത്താൻ ഇനിയും പ്രൂവ് ചെയ്യണം അങ്ങനെയെന്നൊക്കെ ആയി. ഇതുവരെ 20 മിനിറ്റ് കളിച്ച അല്ലെങ്കിൽ ഒരു പുതിയ മാനേജർ വന്നു 1-2 കളിയിൽ ചെറിയ അപ്പിയറൻസ് വെച്ച ഒരു പ്ലെയറിനെ ഇത്ര പെട്ടെന്ന് ജഡ്ജ് ചെയ്തിട്ട് എത്തിച്ചു. സോ അതൊരു ബയസിങ് സിറ്റുവേഷൻ അല്ലേ? ലൈക്ക് ഒരാളെ ഇപ്പം ഇത്രയും സലീബയുടെ വേൾഡ് ക്ലാസ് സിറ്റുവേഷൻ നമുക്കറിയാം. നമുക്ക് അതിനകത്ത്
എന്താണ് പറയാനുള്ളത്? ആ ഒരു ആസ് ആൻ ആർസണൽ ഫാൻ വാട്ട് വിൽ യു റെസ്പോണ്ട്? ഇതിപ്പോ റിയോ ഫെർണാണ്ടോ എന്ന് പറഞ്ഞാൽ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സെന്റർ ബാക്സ് പ്ലേ ഇൻ ദ അതെ. ഗെയിം. സോ ആ ഒരു ജഡ്ജ്മെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു സ്കില്ലൊന്നും എനിക്കില്ല. അല്ലല്ല, ആ ഒരു ജഡ്ജ്മെന്റിന്റെ സ്കില്ലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജഡ്ജ്മെന്റ് അല്ല, ലൈക്ക് 20 മിനിറ്റ്സ് കളിച്ച ഒരു പ്ലെയറിനെ ഉം. അതേ ആണെങ്കിൽ 2 ഇയേഴ്സ് കളിച്ച ഒരു പ്ലെയറിനെ നേരത്തെ പറയാലോ. യു ക്യാൻ സി ആ ഒരു അതെ, വ്യത്യാസം ഞാൻ എനിക്ക് തോന്നുന്നു പറയുന്നുള്ളൂ. അതെ ദീപക് പറഞ്ഞത് ബയസിനാ ഒരു അവരുടെ സ്വന്തം ടീമിലത്തെ പ്ലെയറിനെ അധികം അങ്ങനെ താഴ്ത്തി കാണിക്കാനും പുള്ളിക്ക് എന്തായാലും പറ്റില്ല. സോ അതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ മാത്രം നോക്കിയാൽ മതി. ബട്ട് സി ലെനി യോറോ ഇപ്പൊ ഹീസ് ഹാർഡ്ലി 20 years old ആണ്. സലീബയുടെ ലെവലിൽ തന്നെ ഹീ സ്റ്റിൽ നീഡ്സ് അനദർ 2 or 3 സോൾഡ് സീസൺസ്. എന്നാൽ സത്യം. മാത്രമാണ് ആ ഒരു കോൺവെർസേഷനിൽ എത്താൻ പറ്റുള്ളൂ. അതാണ്. സോ ഇപ്പൊ വാൻഡൈക്കിന്റെ കാര്യം തന്നെ നോക്കുവാണെങ്കിൽ വാൻഡൈക്ക് ശരിക്കും വാൻഡൈക്കിന് എനിക്ക് ഓൾമോസ്റ്റ് പീക്ക് ടൈമിലാണ് ശരിക്കും വാൻഡൈക്കിനെ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. കാരണം അതെ. ലിവർപൂളോട് പോയതിനു ശേഷമാണ് ശരിക്കും വാൻഡൈക്കിനെ ആൾക്കാർ ശ്രദ്ധിച്ചത്. അതുവരെ ഹി വാസ് പ്ലേയിങ് വിത്ത് സെൽറ്റിക്, സൗത്ത് ആൻഡ് അവരുടെ ടീംസിലൊക്കെയാണ് കളിച്ചോണ്ടിരുന്നത്. ഉം. ബട്ട് അപ്പോ ഇന്ത്യൻ എല്ലാവർക്കും അറിയാം സലീബ ഇസ് ദ ഇറ്റ് ഡിഫൻഡർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. അറ്റ്ലീസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് 5-6 years സലീബ തന്നെ ആയിരിക്കും ആ ഒരു ലെവലിൽ നിൽക്കുന്നത്. എല്ലാ ഡിഫൻഡേഴ്സും അങ്ങോട്ടേക്ക് എത്താനാണ് നോക്കുക. അതെ. അതാണ്. അപ്പോ അങ്ങനെ നോക്കിയാൽ മതി. ആ ഒരു ഫെർഡിനാൻഡ് ആ ഒരു കമന്റ് ആ ഒരു സ്വന്തം ടീമിലുള്ള ബയസായിട്ട് രീതിയിൽ മാത്രം കണ്ടാൽ മതി. അതെ. ജോർവിൻ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ലൈക്ക് ആ, വിൽ സാക്ക ബ്രേക്ക് 20 അസിസ്റ്റ്? എന്താണ് അതിനെ പറ്റി നിനക്ക് പറയാനുള്ളത്? സാക്ക ഇപ്പൊ ഓൾറെഡി 10 അസിസ്റ്റ് ആയി. ലെസ് ദാൻ ലൈക്ക് ഷുവർ ഷുവർ 14 ഷുവർ ഗെയിംസ് ആയിട്ടുള്ളൂ. എന്തായാലും ബ്രേക്ക് ചെയ്യും. ഇനി സ്റ്റിൽ യു ഹാവ് എത്ര 24 ഗെയിംസ് 24 ഗെയിംസ് അല്ലേ? അതെ, 24 ഗെയിംസ് ഉണ്ട്. 10 മോർ അസിസ്റ്റ്, 11 മോർ അസിസ്റ്റ് ടു ബി ഫെയർ മേളിലോട്ട്. ഉറപ്പായിട്ടും സാക്ക ഒന്ന് ഒഡേഗാർഡ് ഫിറ്റ് ആണെങ്കിൽ സാക്ക, അല്ലെങ്കിൽ തന്നെ സാക്ക നല്ല മരണക്കളിയാണ്. സത്യം പറയാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാക്ക കഴിഞ്ഞ സീസണിലൊക്കെ കാലം ഇംപ്രൂവ് ആയിട്ടുണ്ട് നന്നായിട്ട്. അപ്പൊ എന്തായാലും കഴിഞ്ഞ സീസണിന്റെ ഒരു എന്താ പറയാ ഗോൾസ് അസിസ്റ്റ് ടാലിയൊക്കെ അവർ പെർഫോം ചെയ്യും ഈ സീസണിൽ ഷുവറായിട്ട്. എന്താണ് സഞ്ജയ് ബ്രോ? അതൊരു പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. സാക്ക എന്തായാലും മിനിമം എന്തായാലും ക്രോസ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ഫോം കണ്ട എന്തായാലും മനസ്സിലാവും. ഇതിൽ എല്ലാവരും സാക്കേനെ ഇപ്പോഴും എസ്പെഷ്യലി ഇംഗ്ലീഷ് മീഡിയ സാക്കേനെ അംഗീകരിക്കാൻ അവർക്ക് ഭയങ്കര പാട് തന്നെയാണ്. അവർക്ക് ആ ഒരു കളർ ബയസ് എല്ലാം ഉണ്ട് ശരിക്കും. ഫോർഡന്റെയും പാമർ ആണല്ലോ അവർ ഇപ്പോഴും പൊക്കി കാണിക്കുന്നത്. സാക്കൊക്കെ തേർഡ് പ്രിഫറൻസ് ആണല്ലോ കൊടുത്തോണ്ടിരിക്കുന്നത്. പക്ഷെ എത്ര പ്രിഫറൻസ് കൊടുത്തില്ലേലും സാക്കയുടെ പണി ചെയ്യുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്യണത് സാക്കയാണ്, ഫോർഡനും അല്ല പാമറും അല്ല. പാമറിനും ഫോർഡനും കളിപ്പിക്കാനുള്ള സ്പോട്ട് അവർ കണ്ടുപിടിക്കാന്ന് മാത്രമേ ഉള്ളൂ. സാക്കയുടെ പൊസിഷൻ അവിടെ തന്നെ കിടക്കും. ഇവര് എന്തൊക്കെ വന്ന് ഈ മീഡിയയിൽ പറയുവാണെങ്കിലും ഉണ്ടല്ലോ, ഈ ഫോർഡനെ പൊക്കി പറയാനാണെങ്കിലും പാമറിനെ പൊക്കി പറയാനാണെങ്കിലും ഒരു മിഡിൽ ലിങ്ക് സാക്ക ഉണ്ട് അവിടെ. സാക്കയുടെ പേര് വരും. എല്ലാവരും എല്ലാം കമ്പയർ ചെയ്യുന്ന സാക്ക എന്ന രീതിയിലാണല്ലോ. എസ്പെഷ്യലി യൂറോസിൽ നമ്മൾ കണ്ടാണല്ലോ എങ്ങനെയാണ് ഫോർഡനെയും പാമറിനെയും ഒക്കെ ഒരുമിച്ച് കളിപ്പിക്കാൻ വേണ്ടി അവസരം സാക്കേനെ ലെഫ്റ്റ് വിൻ ബാക്ക് എങ്കിലും ആക്കാൻ വരെയുള്ള ഒരു ചർച്ചകളാണ് പോയിക്കൊണ്ടിരുന്നത്. ആ രീതിയിലൊക്കെയാണ് ഇവരുടെ നോക്കുന്നത്. അതൊക്കെ ഒരു നെഗറ്റീവ് രീതിയിലൊരു ടാക്ടിക്കൽ തിങ്കിങ് ആണ്. അതൊക്കെ ഒരു ആ രീതിയിൽ മാത്രം അധികം വാല്യൂ കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ബട്ട് സാക്കയുടെ കാര്യം പറയുവാണെങ്കിൽ ഹീസ് ആ സ്റ്റാർ ബോയ്. 20 അസിസ്റ്റ് ഒക്കെ പുല്ലുപോലെ ക്രോസ് ചെയ്യും. 20 ഗോൾസും കൂടി അടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ എനിക്കൊന്ന് 4 or 5 ഗോൾസ് ആയിട്ടുള്ളൂ. ബട്ട് ഇനിയും സമയമുണ്ട്. 24 ഗെയിംസ് കൂടി ബാക്കിയുണ്ട്. ഒരു 10-15 ഗോൾ ഇനി അഡീഷണൽ അടിക്കാനുള്ള ടൈമൊക്കെ നല്ലോണം ധാരാളം സാക്കയ്ക്ക് ഉണ്ട്. അതാണ് ഇപ്പൊ ഈ ഒരു സീസൺ എന്തായാലും സാക്കയുടെ സീസൺ തന്നെയായിരിക്കും. എസ്പെഷ്യലി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് ടൈറ്റിൽ പോകുന്നെങ്കിൽ സാക്കയുടെ സീസൺ തന്നെയായിരിക്കും ഈ സീസൺ വരാൻ പോകുന്നത്. ഹോപ്പ്ഫുള്ളി ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അതെ. അപ്പം ഇന്നലത്തെ കളി മീൻസ് യുണൈറ്റഡ് ആയിട്ടുള്ള കളിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇംപ്രസീവ് ആയിട്ട് തോന്നിയ 3 പ്ലേയേഴ്സ് ആണ് സത്യം പറഞ്ഞാൽ. നോട്ട് സാക്ക, നോട്ട് ഒഡേഗാർഡ് ഓർ എനി അതേഴ്സ്. 3 മോസ്റ്റ് ഇംപ്രസീവ് പ്ലേയേഴ്സ് ആയിരുന്നു റൈസ്, ടിംബർ, പിന്നെ ഡേവിഡ് റായ. ഡേവിഡ് റായക്ക് കൂടുതലൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും 3 സേവ്സ്, 3 സേവ്സ്, അതിൽ 2 എക്സെപ്ഷണൽ സേവ്സ് ഉണ്ടായി. ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ലൈക്ക് നമ്മൾ ഈ ഒരു ഫോട്ടോയ്ക്ക് പോസ് ഇടുന്ന പോലെ, ഒരുമാതിരി അൺറിയലിസ്റ്റിക് പോസ് ഇടുന്ന പോലെ ഉള്ള ഒരു ഗോൾ സേവ്സ്.
നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ സേവ്. പിന്നെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇത്രയും കളികളിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് റൈസിന്റെ യുണൈറ്റഡിന്റെ അഗേൻസ്റ്റ് ആയിരുന്നു. പിന്നെ ജൂറിയൻ ടിംബർ ഒരു വേറെ ലെവൽ, ഹീസ് ലൈക്ക് ഷോയിങ് ഡേ ബൈ ഡേ വേറെ ലെവലാണ്. എന്താണ് ജോർവിൻ, എനി അതർ പ്ലേയേഴ്സ് അതർ ദാൻ ദീസ് ത്രീ? അല്ല ടിംബർ എനിക്ക് പറയാൻ ടിംബർ കഴിഞ്ഞ സീസണിൽ എന്തായാലും നമ്മൾ ലീഗ് ഷുവറായിട്ട് അടിക്കുമായിരുന്നു. ടിംബർ ഇഞ്ചുറി ആയി പോയത് കൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ, അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ എന്നൊക്കെ പറയാൻ രസമുണ്ടെങ്കിലും, ബട്ട് ടിംബർ ഒരു അസാധ്യ പ്ലെയറാണ്. ഒരു രക്ഷയില്ലാത്ത റൈറ്റ് ബാക്ക് ആയാലും ലെഫ്റ്റ് ബാക്ക് ആയാലും പുള്ളിക്ക് അസാമാന്യ ഗെയിം ഇന്റലിജൻസും ആ സ്കിൽസും എല്ലാം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടിംബർ ആ സൈഡിൽ കളിക്കുമ്പോ തന്നെ എന്താ, എവിടെ കളിച്ചാലും പുള്ളിന്റെ ആ ബോഡി പെയിന്റും അത് മൊത്തത്തിലുള്ള ആ ഒരു എന്താ പറയാ ഗെയിമില് ആ പുള്ളിന്റെ ആ കളി കണ്ടിരിക്കാൻ തന്നെ അത് രസമാണ്. ഭയങ്കര ഇമ്പാക്ട് ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഇപ്പൊ പഴയ പോലെ ഒന്നും നമുക്ക് ഒരു പ്ലെയർ ഇഞ്ചുറി ആയിപ്പോ ഇപ്പൊ ഗംബ്രിയൽ ഇല്ല അല്ലെങ്കിൽ കാലിഫോറി ഇല്ല എന്നും വെച്ച് നമ്മൾ സങ്കടിച്ചിരിക്കുകയല്ല. ബാക്കി ബാക്കപ്പ് എല്ലാം അത്യാവശ്യം എഫിഷ്യന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. അപ്പോ ഈവൻ കിവിയോർ ആണെങ്കിൽ കൂടി തന്നെ പുള്ളിക്ക് ഇരിക്കാണ്ട് വരുന്ന ജോബ് നമുക്ക് പേടിയില്ലാതെ കളി കാണാം. ഇപ്പൊ ഈവൻ നമ്മുടെ കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ഇരിക്കുകയാണെങ്കിലും. പിന്നെ ഈ റൈസിന്റെ കാര്യം പറഞ്ഞല്ലോ, റൈസ് ഈ യുണൈറ്റഡ് ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ കുറെ ഡിഫൻസിലോട്ട് ഇറങ്ങി, അതായത് ഗംഭീർ റിസീവ് ചെയ്യുന്ന ആ ഒരു ബോള് റിസീവ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ഇറങ്ങി മിഡിൽ ഡിഫൻസിലോട്ട് ഇറങ്ങി വന്ന് ബോൾ മേടിച്ച് ബോൾ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കിവിയർ ആണെങ്കിൽ കുറച്ചും കൂടി ലെഫ്റ്റിലോട്ട് ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ പോലെ ആയിരുന്നു കളിച്ചോണ്ടിരുന്നത് ആദ്യത്തെ ഒരു 25 മിനിറ്റ്സ് ഒക്കെ. അപ്പം റൈസും ആ സാമാന്യ കളിയായിരുന്നു. പിന്നെ റേന്റെ ആ ഡിലിറ്റ് ആ ഹെഡ് ചെയ്ത ആ സേവ് അത് രക്ഷയില്ലായിരുന്നു. പുള്ളി എങ്ങനെയൊക്കെ പിടിച്ച സംഭവം അത് എങ്ങാനും ഗോൾ കയറിയിരുന്നെങ്കിൽ 1-1 ഡ്രോ ആയിരുന്നു ചിലപ്പം. പറയാൻ പറ്റില്ല. നമ്മള് രണ്ടാമത്തെ ഗോൾ അടിക്കുന്നതിന് മുന്നെയാണ്. പിന്നെ അവന്മാര് പക്കായിട്ട് ബസ് പാർക്ക് ചെയ്തത്. ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഈ കളി ജയിപ്പിക്കാൻ ഇതേപോലെ റൈസും കോർണേഴ്സ് അത് പാർട്ടി ആ ഹെഡ് മിസ്സാക്കിയത് പാർട്ടിക്ക് പോലും തിരിച്ചിട്ടില്ല. റൈസിന്റെ ഫസ്റ്റ് കോർണർ ഒന്നും കിട്ടിയില്ല, പാർട്ടിന്റെ ഷോൾഡറിൽ തന്നെ പോയത്. അത് ഷുവർ ഗോളായിരുന്നു. അതുപോലെ മെറീനോയ്ക്ക് കിട്ടിയത് അതും ജസ്റ്റ് ഇഞ്ചസ് ആണ്, എല്ലാം ഇഞ്ചസിലാണ്. ഇല്ലെങ്കിൽ ഫോർമിൽ 4 സെറ്റ് പീസ് 4 ഗോളൊക്കെ കയറിയ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോ മീഡിയ നമ്മൾ ഈ സെറ്റ് പീസ് മാത്രമല്ല, ഇപ്പൊ സാക്കയുടെ ഒരു ഒഡേഗാന്റെ ഒരു ത്രൂ ബോൾ ഉണ്ടായി അവിടെ. സാക്കയ്ക്ക് ഫ്രീ ചാൻസ് ആയിരുന്നു അത്. ഓഫ് സൈഡ് ആയിരുന്നു അത്. പിന്നെ ഇവിടെ ഔട്ട്സൈഡ് പോയിട്ട് ഉള്ളിലോട്ട് കയറി വന്നല്ല. അതെ. പിന്നെ ഈ കളിയിൽ വന്നൊരു മേജർ ഡിഫറൻസ് എനിക്ക് തോന്നിയത് ട്രൊസാർഡ് സെക്കൻഡ് ഹാഫിൽ വന്നൊരു സൂപ്പർ സബ് ആയിട്ട് വന്നപ്പോ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ഊർജം വന്നു. മൊത്തത്തിൽ ഹെവി അല്ല, ഒരു അറ്റാക്കിംഗ് വൈസ് നമുക്കൊരു ബാലൻസ് വന്നത് ട്രൊസാർഡ് സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വിച്ച് ക്ലിയർലി പ്രൂവ്സ് ട്രൊസാർഡ് ഒരു സ്റ്റാർട്ടർ അല്ല. സോ ജനുവരി വിൻഡോയില് നമുക്ക് സ്ട്രൈക്കറിനെ ആണോ ലൈക്ക് ഓർ ലെഫ്റ്റ് വിങ് ആണോ പ്രിഫർ ചെയ്യാൻ പോകുന്നത്? രണ്ടുപേരും. സഞ്ജയ് ബ്രോ, ഐ സ്റ്റാർട്ട് വിത്ത് യു. ഇതിപ്പോ അറിയില്ല ആരെയും മേടിക്കോ എന്ന് ഇതുവരെ നമുക്കൊരു ഉറപ്പില്ലാത്ത സ്ഥിതിക്ക്. അതാണ് കാരണം. ആർസണലിന്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ആർട്ടേറ്റ പ്രിഫേഴ്സ് നീക്കോ വില്യംസ്. എനിക്കൊന്ന് ഓൺസ്റ്റീനൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ നീക്കോ വില്യംസ് ആണ് ലെഫ്റ്റ് സൈഡിൽ ആർട്ടേറ്റയുടെ പ്രൈമറി ടാർഗറ്റ്. ഇപ്പൊ ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വില്യംസ് ഇസ് നൗ മോർ ഓപ്പൺ ടു ലീവ് ഫോർ ദ പ്രീമിയർ ലീഗ് ദെൻ ടു സ്റ്റേ ഇൻ ദ ലാ ലീഗ എന്ന രീതിയിൽ ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ മിക്കവാറും 2025 നീക്കോ വില്യംസ് ആർസണലിൽ കളിക്കാനുള്ള ഒരു ഏകദേശം കളിക്കുന്ന ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അത് ജാനുവരി ആണോ ജൂൺ ആണോ എന്ന് ഇനി മാത്രമാണ് അറിയേണ്ടത്. ബട്ട് ഹോപ്പ്ഫുള്ളി നീക്കോ വില്യംസ് ആയിരിക്കും. ബട്ട് ജാനുവരിയിൽ വരുമോ എന്ന് എനിക്കറിയില്ല. കാരണം എസ്പെഷ്യലി അത്ലറ്റിക് ബിൽബോ യൂറോപ്പ ലീഗ് കളിക്കുന്നുണ്ട്. ഇക്കൊല്ലം യൂറോപ്പ ലീഗ് ഫൈനൽ തന്നെ ബിൽബോ സ്റ്റേഡിയത്തിലാണ്. അപ്പൊ ആ ഒരു ഇമോഷൻ വെച്ച് നോക്കുമ്പോൾ
ജാനുവരിയിൽ നീക്കോ വില്യംസ് വരാനുള്ള ചാൻസ് വളരെ സ്ലിം ആയിട്ടാണ് തോന്നുന്നത്. അതാണ്. പിന്നെ വേറൊരു പൊസിഷൻ നമുക്ക് ഉള്ളത് സ്ട്രൈക്കറിന്റെ പൊസിഷനാണ്. ഇപ്പോ ആർട്ടറ്റയുടെ പ്രിഫേർഡ് ടാർഗറ്റ് അലക്സാണ്ടർ ഈസാക്ക് ആണ്. പക്ഷെ ന്യൂ കാസലിന്റെ സിറ്റുവേഷനിൽ ഒരു അത്രയും വലിയൊരു ഔട്ട്ലേ ചെയ്യുമോ എന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ല. എന്തായാലും ജാനുവരിയിൽ എന്തായാലും നടക്കാൻ ചാൻസ് ഇല്ല. പിന്നെ പറയുന്നത് ഗ്യോക്കറിഷ് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ ഇഫ് ആർസണൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്ലെയർ ആണോ ഗ്യോക്കറിഷ് എന്ന് അറിയില്ല. സോ ദാറ്റ് വിൽ ഓൺലി ടൈം വിൽ കം ടു ടൈം വിൽ കം ആൻഡ് ടൈം വിൽ ടെൽ ഇൻ ദാറ്റ് ടൈം ആണ്. അപ്പൊ അത് എങ്ങനെയാണെന്ന് അറിയില്ല. ബട്ട് ഹോപ്പ്ഫുള്ളി മേടിക്കുകയാണെങ്കിൽ മിക്കവാറും വല്ല സ്ട്രൈക്കർ ആയിരിക്കും. ബട്ട് ആരെ മേടിക്കും നമുക്ക് ഇതുവരെ പറയാനും പറ്റില്ല. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി മിക്കവാറും ആരെയും മേടിക്കാണ്ടിരിക്കാനുള്ള രീതിയിലായിരിക്കും ജാനുവരി ട്രാൻസ്ഫർ കൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ ഹെസൂസോ ആരെങ്കിലും പോയാൽ മാത്രമാണ് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അതെ 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 ഒരു 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 എന്താ പറയാ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ആളോട് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം അതാണ്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഡിഫൻഡറിനെ കൂടെ മേടിക്കും. ഡിഫൻഡർ എന്തായാലും സമ്മറിൽ വരും. സമ്മറിൽ എന്തെങ്കിലും ഡിഫൻഡർ ആയിരിക്കും ചാൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ടൊമിയാസു മിക്കവാറും ഈ സീസൺ കൂടി ഇങ്ങനെ പോകും തോന്നുന്നു. സിൻചെങ്കോവും പോവാൻ ചാൻസ് കാണുന്നുണ്ട്. കീവിയോറും ചില പോകും. അപ്പൊ ഒറ്റ നോക്കുമ്പോൾ ഡിഫൻഡേഴ്സിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെയാണെങ്കിൽ. ആണ്. അപ്പൊ സമ്മറിൽ ഒരു ഡിഫൻഡർ എന്തെങ്കിലും വരുന്ന ഉറപ്പാണ്. ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ ഒരു ഡിഫൻഡർ എന്തെങ്കിലും വരും. എത്ര പേര് വരുന്നത് ബാക്കിയെല്ലാം ഡിപ്പാർച്ചേഴ്സ് പോലെ വരും. ഡിഫൻഡർ എന്തായാലും ഉറപ്പാണ് സമ്മറിൽ. പിന്നെ ഇസാക്ക ലിവർപൂളിനെതിരെ അടിച്ച ഗോള് അത് കണ്ടില്ല. ജസ്റ്റ് അത് കണ്ടപ്പോൾ എനിക്ക് പക്ഷെ ഇസാക്കിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഇസാക്ക് ഇഞ്ചറി പ്രോണ. എനിക്ക് അതാണ് പേടി. കാരണം ഓൾറെഡി ഏത് പ്ലെയർ ആർസണലിൽ വന്നു കഴിഞ്ഞാലും ഇഞ്ചറി ഇല്ലാത്തവനാണെങ്കിൽ പോലും ഇഞ്ചറി വരും. അപ്പം ഈ ഓൾറെഡി ഇഞ്ചേർഡ് ആയിട്ടിരിക്കുന്ന ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ പിന്നെയും പിന്നെ ഇഞ്ചറി, എനിക്ക് ആ ഒരു മെയിൻ കാര്യത്തിലാണ് ഇസാക്ക് പേടി. സത്യം പറഞ്ഞാൽ 100 മില്യൺ ഒക്കെ ആണല്ലോ. അപ്പൊ അത്രയും കാശ് കൊടുത്ത് ഇഞ്ചറി പ്രോൺ പ്ലെയറിനെ മേടിക്കാനുള്ള ചാൻസ് കുറവാണ്. അതാണ്. പിന്നെ കുറച്ചുകൂടി ബെഞ്ചമിൻ സെസ്കോ ഒക്കെ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. പക്ഷെ ഗോയിക്കറസ് നമ്മള് സ്പോർട്ടിംഗായിട്ട് കളിച്ച ആ കളിയിൽ പുള്ളിക്ക് ചെറിയ 2 ചാൻസ് കിട്ടിയാല് ഒരെണ്ണം തന്നെ പുള്ളി പോസ്റ്റിലടിച്ചു. അപ്പൊ പുള്ളിക്കൊക്കെ ഒരു ഹാഫ് ചാൻസ് കിട്ടിയാൽ കൺവേർട്ട് നല്ല ഫിനിഷറാണ്, നോ ഡൗട്ട്. പക്ഷേ സ്പോർട്ടിംഗ് ലിസ്ബൺ കളിക്കുന്ന ഒരു 2 ഇൻസൈഡ് ഫോർവേഡും പിന്നെ ഒരു സെന്റർ ഫോർവേഡ് വെച്ചാണ് അവർ കളിക്കുന്നത്. പക്ഷെ ആ ഒരു കളിയല്ല ആർസണലിന്റെ കളി, ആ രീതിയിലല്ല. അതാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഐ ഡോണ്ട് നോ ഇഫ് ഹീസ് ദി റൈറ്റ് ഓപ്ഷൻ. ബട്ട് ഇന്ത്യൻ ആർട്ടേറ്റ നോസ് വെദർ ഹീസ് ദി റൈറ്റ് ഓപ്ഷൻ ഓർ നോട്ട്. പക്ഷെ എനിക്ക് ആർട്ടേറ്റയുടെ പ്രിഫേർഡ് ടാർഗറ്റ് അലക്സാണ്ടർ ഇസാക്ക് ആണ്. പിന്നെ ബെഞ്ചമിൻ സെസ്കോ ആണ്. പിന്നെ നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന പേര്. ഗ്യോക്കറേഷ് എപ്പോഴും ഒരു തേർഡ് ഓപ്ഷൻ ആയിട്ടാണ് എപ്പോഴും നമ്മൾ കേൾക്കുന്നത്. ആ രീതിയിലാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഈ ട്രാൻസ്ഫർ വിൻഡോ ജനുവരി അടുത്തോ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോവാം. അപ്പം എന്തായാലും സൺഡേ നമുക്ക് ഫുള്ളമായിട്ടൊരു ഗെയിം ഉണ്ട്. ലിവർപൂൾ ഹാസ് ഡ്രോപ്ഡ് പോയിന്റ്സ്. സോ ഇനിയും പ്രഷർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് കണ്ടിന്യൂ അവർ റൺ. സോ വാട്ട് ഈസ് യുവർ സ്കോർ ലൈൻ എക്സ്പെക്ടേഷൻ സഞ്ജയ് ബ്രോ? വിൻ പ്ലസ് വാട്ട് ഈസ് യുവർ സ്കോർ ലൈൻ? ഞാൻ ഒരു 3-1 വിന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവേ ഫ്രം ഹോം എന്തായാലും അവർ ഗോൾ ചാൻസ് ഉണ്ട്. അപ്പൊ 3-1 ഗുഡ് സ്കോർ. ജോർവിൻ? 2-0 അതിലൊരു കോർണർ. കഴിഞ്ഞ കളി നോക്കുമ്പോ ഗബ്രിയിലും വേണ്ട, സലീബയുടെ ബാക്ക് സൈഡ് ആയിട്ട് മതി. അല്ലേ? അതെ. മറ്റേ കുറെ ട്രോൾസ് ഒക്കെ ട്രോൾസ് അല്ല, ഒരു ട്വിറ്ററിലൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. നോ ഗബ്രിയൽ, നോ വറീസ്, വി ഹാവ് സലീബ എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ലായിരുന്നു. നോ ഗബ്രിയൽ, നോ വറീസ്, വി ഹാവ് കോർണേഴ്സ്. കോർണേഴ്സിൽ ആരടിക്കുന്നില്ല, എല്ലാരും അടിക്കും. കോർണേഴ്സ് ഉണ്ട് നമുക്ക് എന്നുള്ള സീൻ. ഭയങ്കര കോൺഫിഡൻസ് ആട്ടോ നമ്മള്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതേപോലെ യാത്ര ചെയ്ത് നിർത്തപ്പോഴാണ് നമ്മുടെ കളി. കോർണർ കിട്ടുമ്പോ അപ്പൊ അവിടെ നിൽക്കുക, ഇപ്പൊ അടിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ കൂടുതലാ. എനിവേസ് ഗൈസ്, താങ്ക് യു ഫോർ ജോയിനിങ്. നമുക്ക് ഒരു പോസ്റ്റ് മാച്ച് ആഫ്റ്റർ മറ്റേ ഫുള്ളം ഗെയിം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഇരിക്കാം. താങ്ക് യു ഫോർ ജോയിനിങ്. സി യു
ഗുഡ് നൈറ്റ് സഞ്ജയ് ബ്രോ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ടോടെ ഇവിടം വരെ എത്തിച്ചതിൽ താങ്ക് യു. സോ ഡു ചെക്ക് ഔട്ട് ഓൾ അവർ വീഡിയോസ് ആൻഡ് ചാറ്റ്സ്. സോ താങ്ക് യു ഗൈസ്. സീ യു നെക്സ്റ്റ് ടൈം.